We are studying clustering. We are going to study about clustering. So what is meant by clustering? ഇപ്പോൾ ഡാറ്റ മൈനിങ്ങിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പോപ്പുലർ ടൈപ്സ് ഓഫ് റിസൾട്ട് ദാറ്റ് വി ആർ എക്സ്പെക്ടിങ് ഫ്രം എ ഡാറ്റ ആഫ്റ്റർ ഡാറ്റ മൈനിങ് ഈസ് ഐദർ അസോസിയേഷൻ റൂൾ ഓർ ക്ലാസിഫിക്കേഷൻ ഓർ ദ തേർഡ് വൺ ഈസ് ക്ലസ്റ്ററിങ്. ക്ലസ്റ്റർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ക്ലസ്റ്റർ മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് that may have some similar property or some similarity will be there among the group. So the same concept we are using in clustering also. Clustering ine kurichu parayumbo the main aim of clustering or the mainly we are using clustering if you want to partition the data or if you want to group the data into different groups without any training samples. Whenever we did the classification, our main aim was to create a model. So we will have a training set of data that is used to create a model. നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറേ ട്രെയിനിങ് സെറ്റ് ഉണ്ട്. ട്രെയിനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുറേ റെക്കോർഡ്സ് ഉണ്ട്. ആ റെക്കോർഡ്സിലുള്ള ഡേറ്റേനെ വെച്ചിട്ട് വി ഹാവ് ടു ക്രിയേറ്റ് എ മോഡൽ. അപ്പോൾ മോഡൽ ക്രിയേഷന് ആ ട്രെയിനിങ് സെറ്റ് ഹെൽപ്ഫുൾ ആയിരുന്നു. Then using that model actually we are going to test whether the particular data is in particular class. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുമായിരുന്നു ക്ലാസിഫിക്കേഷനിലെ എയിം. ആൻഡ് ദിസ് ടോപ്പിക് ഈസ് കോൾഡ് ക്ലസ്റ്ററിങ്. ക്ലസ്റ്ററിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ട്രെയിനിങ് സെറ്റോ അങ്ങനെ ഒന്നുമില്ല. വി ജസ്റ്റ് ഹാവ് എ ലോട്ട് ഓഫ് ഡേറ്റ വിത്ത് അസ്. നമ്മുടെ കയ്യിൽ കുറേ ഡേറ്റ മാത്രമേ ഉള്ളൂ. ഈ ഡേറ്റേനെ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിക്കുക. ദാറ്റ് ഈസ് വി ആർ ക്ലാസിഫൈയിങ് or we are grouping this data into different groups. ഒരുപോലെയുള്ള ഡേറ്റേനെ എല്ലാം കൂടെ ഓരോ ഗ്രൂപ്പാക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടാസ്ക് തന്നിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റ് ആയപ്പോൾ നിങ്ങൾ അവിടെ എന്തായി? നിങ്ങൾ ഗ്രൂപ്പായി. നിങ്ങളുടെ ഓരോ ഗ്രൂപ്പ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് യു ആർ ക്ലോസ് ഫ്രണ്ട്സ്. നിങ്ങൾ സാധാരണ കേസിൽ ക്ലോസ് ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്നാണ് ഒരു ഗ്രൂപ്പ് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ യൂസ് ചെയ്ത ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് നിങ്ങളൊരു ഗ്രൂപ്പ് ആയത്, ആ ഒരു ഗ്രൂപ്പിലെ സ്റ്റുഡൻസിനെ എടുത്തിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബി മോർ ക്ലോസ്. നിങ്ങൾ മെൻ്റലി ആണെങ്കിൽ വളരെ ക്ലോസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നിങ്ങളൊരു ഗ്രൂപ്പ് ആക്കിയത്. അതേ കൺസെപ്റ്റ് അപ്പോൾ അവിടെ നമ്മൾ കൊടുത്ത ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 30 സ്റ്റുഡൻസ്. നിങ്ങൾ 30 സ്റ്റുഡൻസ് ആയിരുന്നു അവിടുത്തെ ഡേറ്റ. ആ 30 സ്റ്റുഡൻസിനെ ഗ്രൂപ്പ് ആക്കാൻ പറഞ്ഞപ്പോൾ ആ 30 സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾ ഓരോ ഗ്രൂപ്പാക്കി നിങ്ങളുടെ ഗ്രൂപ്പിൽ പെടുത്തി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എത്ര ഗ്രൂപ്പായി? എനിക്ക് 5 ഗ്രൂപ്പ്സ് ആയിട്ട് മാറി. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഇൻപുട്ട് തന്നിരുന്നു, നിങ്ങൾ 30 സ്റ്റുഡൻസ് ഉണ്ട്. ദാറ്റ് ഇസ് മൈ ഡേറ്റ ഈസ് യു 30 സ്റ്റുഡൻസ് ആൻഡ് ഐ വാണ്ട് ടു മേക്ക് യു ആസ് എ 5 ഗ്രൂപ്പ്സ്. 5 ഗ്രൂപ്പ് ആക്കണം എന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ 5 പേരുടെ ഗ്രൂപ്പ് ആക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നിങ്ങൾ എനിക്ക് 5 പേരുടെ ഗ്രൂപ്പാക്കി. അപ്പോൾ 6 ഗ്രൂപ്പ്സ് ഉണ്ട്. ഓരോ ഗ്രൂപ്പിലും ഉള്ളവരെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട്സ് ആയവരെല്ലാവരും കൂടിയാണ് ഓരോ ഗ്രൂപ്പിലും ആയത്. The same concept we are using in clustering also. ക്ലസ്റ്ററിങ്ങിലും അതുപോലെ തന്നെയാണ്. കിട്ടുന്ന ഡേറ്റേനെ നമ്മൾ ഓരോ ഗ്രൂപ്പ്സ് ആക്കി മാറ്റും. ആൻഡ് ഇഫ് യു ആർ ചെക്കിംഗ് ഈച്ച് ഗ്രൂപ്പ്സ് ദാറ്റ് വിൽ ബി സിമിലർ ടു ഈച്ച് അതർ. ആൻഡ് ഇഫ് യു ആർ ടേക്കിംഗ് 2 different groups that will be disjoint or that will be dissimilar. അപ്പോൾ ഒരു ഗ്രൂപ്പും വേറൊരു ഗ്രൂപ്പും കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ കോമൺ ആയിട്ടൊന്നും കാണില്ല. കോമൺ ആയ ആളുകളെല്ലാം നമ്മളൊരു ഗ്രൂപ്പിലാക്കി പെടുത്തി. അപ്പോൾ അതുപോലെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ടാകും. ഓക്കെ, സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ക്ലസ്റ്ററിങ് ഈസ് എ ടൈപ്പ് ഓഫ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതായത് അവിടെ നമ്മൾ ട്രെയിനിങ് ഡേറ്റ ഒന്നും കൊടുക്കുന്നില്ല. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആൻ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. സോ വി ക്യാൻ ഗീവ് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഫോർ ക്ലസ്റ്ററിങ്. ക്ലസ്റ്ററിങ്ങിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാൻ പറ്റും. വൺ എക്സാമ്പിൾ ഇസ് ദാറ്റ് ഇൻ ബിസിനസ്സിൽ ദ ക്ലസ്റ്ററിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇഫ് യു വാണ്ട് ടു ഐഡൻറ്റിഫൈ ദ കസ്റ്റമേഴ്സ് വിച്ച് ഹാസ് ദ സിമിലർ ബൈയിങ് പാറ്റേൺസ്, ഒരേപോലത്തെ സാധനങ്ങൾ വാങ്ങുന്ന ആളുകളെയൊക്കെ നമുക്ക് ഒരു ഗ്രൂപ്പിൽ പെടുത്തണം. ഇപ്പോൾ whenever you are thinking about ഇപ്പോൾ ഫ്ലിപ്കാർട്ടോ ആമസോണോ അങ്ങനെ എന്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഷോപ്പ് ചെയ്യുന്ന ആളുകളെ പല ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദെയർ ബൈയിങ് പാറ്റേൺസ്. അവർ വാങ്ങുന്ന സ്റ്റൈല്, ചിലർക്കെന്ന് പറഞ്ഞാൽ ക്ലോത്ത്സിൽ ഫാഷനിലേക്കായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുക, ചിലർക്ക് ഇലക്ട്രോണിക്സിലേക്കായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുക, ചിലർക്ക് മേക്കപ്പ് സാധനങ്ങളിലോടായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാണ് അവിടെ എടുക്കുന്ന ഓരോ യൂസേഴ്സിനെയും ഇറ്റ് ഈസ് ഗ്രൂപ്പിംഗ് ഇൻ ടു different classes, different clusters. പല ക്ലാസ് അല്ല, ക്ലസ്റ്റേഴ്സ്, ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും.
അപ്പോൾ സിമിലർ ടൈപ്പ് ഒരു ക്ലസ്റ്റർ എടുക്കുമ്പോൾ അവിടെ എല്ലാം ഫാഷൻ ഇഷ്ടമുള്ള ആളുകളെ ഒരു ക്ലസ്റ്റർ ആക്കും, ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ഇഷ്ടമുള്ള ആളുകളെ അടുത്ത ക്ലസ്റ്റർ ആക്കും. സോ ലൈക്ക് ദാറ്റ് ഇറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ ഓഫ് ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ബൈയിങ് പാറ്റേൺസ്. അപ്പോൾ ബിസിനസ് നടത്തുമ്പോൾ ഒരു ബൈയിങ് പാറ്റേൺ ഇന്ന ടൈപ്പിൽ ഏതൊക്കെ ടൈപ്പിലെ ആളുകളാണ് ഇവിടെ ഉള്ളത് അതിനെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചു. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ മാത്രമുണ്ട്. അതായത് ആ ഒരു ടേസ്റ്റ് ഉള്ളവർ, ഫാഷൻ ടേസ്റ്റ് ഉള്ളവർ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ടേസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ മേക്കപ്പ് ടേസ്റ്റ് ഉള്ളത്, അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൻറ്റിക് സാധനങ്ങളോട് ടേസ്റ്റ് ഉള്ളവർ. സോ ലൈക്ക് ദാറ്റ് we are performing the clustering. And one more example is given here in the case of medical fieldil we can also group the patients based on the similar reaction to prescribed drugs. ഇപ്പോൾ ചിലർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ ചില ആളുകൾക്ക് പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വി ക്യാൻ ഗ്രൂപ്പ് ദാറ്റ് പേഴ്സൺസ്. ഇപ്പോൾ നമ്മുടെ ഒരു മെഡിക്കൽ ഫീൽഡിൽ അവിടെ ആ ഒരു ഇപ്പോൾ സപ്പോസ് ഐ ഹാവ് എ ഹോസ്പിറ്റൽ, എനിക്കൊരു ഹോസ്പിറ്റലുണ്ട്, അവിടെ വരുന്ന പേഷ്യൻസിന് ഇതുപോലെ പാരസെറ്റമോളിനോട് പിന്നെ അലർജിക്ക് ആയിട്ടുള്ള ആളുകളെല്ലാം കൂടെ ഞാനൊരു ഗ്രൂപ്പിൽ പെടുത്തും. അപ്പോൾ അവിടെ ഇതുപോലെ പല മെഡിസിൻസ് ഉണ്ട്, പല ഡ്രഗ്സ് ഉണ്ട്. ഈ ഡ്രഗ്സിനോട് എന്താ പറയുക, ഈ ഡ്രഗ്സ് റിയാക്ഷൻ ഉള്ള ആളുകളെയൊക്കെ കൂടെ നമ്മൾ ഓരോ ഗ്രൂപ്പിൽ പെടുത്തും. Okay, so that is the different areas are there where we are using this application of clustering. അപ്പോൾ ക്ലസ്റ്ററിങ്ങിൽ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ വി ഹാവ് എ സെറ്റ് ഓഫ് റെക്കോർഡ്സ്. നിങ്ങളുടെ കയ്യിൽ ഇൻപുട്ടായിട്ട് കുറേ ഡേറ്റ തരും. നിങ്ങൾ എന്ത് ചെയ്യണം, ഡേറ്റയും തരും, കൂടെ ഒരു കാര്യവും കൂടെ തരും. ദാറ്റ് ഈസ് എത്ര ക്ലസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ള ഇൻപുട്ടും കൂടെ തരും. സോ യു ഹാവ് ദ ഡേറ്റ ആൻഡ് യു ഹാവ് ദ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. Your aim is you want to group the data into different clusters. And if you check one cluster, all the data in one single cluster, they will have some similar properties. And if you take data between two clusters, രണ്ട് ക്ലസ്റ്ററിലെ ഓരോ ഡേറ്റയും എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ തമ്മിലൊരു they will be disjoint. അവർക്ക് ഓരോ ഗ്രൂപ്പും ഡിസ്ജോയിൻ്റ് ആണ്, അവർ തമ്മിൽ ഒരു കോമൺ പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവില്ല. So that is the idea of clustering. So next thing is how we will check whether two data are similar or dissimilar. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും രണ്ട് ഡേറ്റയുടെ സിമിലർ ആണോ ഡിസിമിലർ ആണോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യും? ഫോർ ദാറ്റ് വി ഹാവ് ടു യൂസ് ദ സിമിലാരിറ്റി ഫംഗ്ഷൻ. അതായത് രണ്ട് ഡേറ്റ തമ്മിലുള്ള സിമിലാരിറ്റി അറിയാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് സിമിലാരിറ്റി ഫംഗ്ഷൻ. ആൻഡ് സപ്പോസ് ഇഫ് ദ ഡേറ്റ ഈസ് എ ന്യൂമറിക് ഡേറ്റ, വി ക്യാൻ യൂസ് ദ സിമിലാരിറ്റി ഫംഗ്ഷൻ ആസ് ഡിസ്റ്റൻസ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡേറ്റ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏജും മാർക്കുമാണുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളെപ്പോലെ 30 സ്റ്റുഡൻസിൻ്റെ ഏജും മാർക്കും ഉണ്ട്, ടോട്ടൽ മാർക്കും ഏജും ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ ആട്രിബ്യൂട്ട് എന്താണ്? ഫസ്റ്റ് ആട്രിബ്യൂട്ട് ഈസ് ഏജ്, ദാറ്റ് ഈസ് ന്യൂമറിക് 1. സെക്കൻഡ് ആട്രിബ്യൂട്ട് ഈസ് മാർക്ക്, ദാറ്റ് ഈസ് ഓൾസോ ന്യൂമറിക് 1. അപ്പോൾ അതിൽ റോൾ നമ്പർ 1നെയും റോൾ നമ്പർ 2നെയും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? റോൾ നമ്പർ 1ൻ്റെയും റോൾ നമ്പർ 2ൻ്റെയും ഫസ്റ്റ് ആട്രിബ്യൂട്ട്, അതായത് ഏജ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ അവർ തമ്മിൽ ഡിഫറൻസ് കാണുക. പ്ലസ് പിന്നെ അടുത്തത് അവർ തമ്മിലുള്ള മാർക്കിൻ്റെ ഡിഫറൻസ് കാണുക. അപ്പോൾ ഒരാൾക്ക് 50 മാർക്കും ഒരാൾക്ക് 40 മാർക്കും ആണെങ്കിൽ 40 മൈനസ് 10 കാണുക, 40 മൈനസ് 30 കാണുക, അല്ലെങ്കിൽ 50 മൈനസ് 40 കാണുക, അതിന് സ്ക്വയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അവർ തമ്മിലുള്ള അകലം അറിയാൻ പറ്റും. അകലം അറിയാമെന്ന് പറഞ്ഞാൽ അവർ എത്രത്തോളം ക്ലോസ് ആണെന്നുള്ളത് അറിയാൻ പറ്റും. സോ ഇസ് ഇറ്റ് ക്ലിയർ? So one important fact in clustering is how to find out the similarity between the data. For that purpose we have to use the similarity function. So if the data is a numeric data, we can use the similarity function based on distance. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റ് വെച്ച് രണ്ട് ഡേറ്റയുടെ സിമിലാരിറ്റി ഫംഗ്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ഡിസ്റ്റൻസ് ഇക്വേഷൻ ഈസ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വിച്ച് ക്യാൻ ബി യൂസ് ടു മെഷർ ദ സിമിലാരിറ്റി. അപ്പോൾ രണ്ട് ഡേറ്റ ഞാൻ പറഞ്ഞ പോലെ രണ്ട് സ്റ്റുഡൻസിനെ എടുക്കുകയാണ്. രണ്ട് സ്റ്റുഡൻസിന് രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ അവരുടെ ഫസ്റ്റ് ആട്രിബ്യൂട്ട് തമ്മിലുള്ള ഡിഫറൻസ് കാണുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, പ്ലസ് സെക്കൻഡ് ആട്രിബ്യൂട്ട് തമ്മിലുള്ള ഡിഫറൻസ് കാണുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ആ എൻറ്റയർ റിസൾട്ടിന് സ്ക്വയർ റൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് കോൾഡ് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് വാട്ട് ഗിവൺ ഹിയർ. ഓക്കെ, അപ്പോൾ ഇവിടെ RJ RK എന്ന് പറയുന്നത് ഞാൻ എടുത്ത രണ്ട് സ്റ്റുഡൻസ്, അവരുടെ രണ്ട് ആട്രിബ്യൂട്ട്സ്, അതായത് ഫസ്റ്റ് ആട്രിബ്യൂട്ടിൻ്റെ ഡിഫറൻസ് കാണുക, ദാറ്റ് ഈസ് ദെയർ ഏജ് ഡിഫറൻസ്. എന്നിട്ട് അതിൻ്റെ മോഡുലസ് വാല്യൂവിൻ്റെ സ്ക്വയർ എടുക്കുക. പ്ലസ് അവരുടെ സെക്കൻഡ് ആട്രിബ്യൂട്ട് ഏതായിരുന്നു? മാർക്കിൻ്റെ ഡിഫറൻസ് കാണുക, അതിൻ്റെയും സ്ക്വയർ എടുക്കുക. ഈ രണ്ട് വാല്യൂസും ആഡ് ചെയ്യുക, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് ഓൺലി 2 ആട്രിബ്യൂട്ട്സ്. അതുപോലെ
n ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതായത് 2 ഡേറ്റ എടുത്തു, 2 ഡേറ്റയ്ക്ക് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആട്രിബ്യൂട്ട് യു ടേക്ക് 2 ഡേറ്റാസ്, നമ്മൾ 2 ഡേറ്റ, അപ്പോൾ റോൾ നമ്പർ 1 റോൾ നമ്പർ 2 എടുത്തു, അവരുടെ ഫസ്റ്റ് ആട്രിബ്യൂട്ടിന് ഡിഫറൻസ് കാണുക, സ്ക്വയർ എടുക്കുക, പ്ലസ് സെക്കൻഡ് ആട്രിബ്യൂട്ടിന് ഡിഫറൻസ് കാണുക, സ്ക്വയർ എടുക്കുക, പ്ലസ് ലൈക്ക് ദാറ്റ് ലാസ്റ്റ് ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ഡിഫറൻസ് കാണുക, സ്ക്വയർ എടുക്കുക, കിട്ടിയ സമ്മിനെ സ്ക്വയർ റൂട്ട് എടുക്കുക. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഡേറ്റ. So this equation is a Euclidean distance which is used to calculate the distance between 2 data. അപ്പോൾ ഇവിടെ R1 RJ RK എന്ന് ഞാൻ പറഞ്ഞത് 2 സ്റ്റുഡൻസ്, നമ്മുടെ എക്സാമ്പിളിൽ 2 ഡേറ്റ. RJ1 RK1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ആട്രിബ്യൂട്ട് ഓഫ് ദ ഫസ്റ്റ് ഡേറ്റ ആൻഡ് ഫസ്റ്റ് ആട്രിബ്യൂട്ട് ഓഫ് ദ സെക്കൻഡ് ഡേറ്റ. RJ2 RK2 എന്ന് പറഞ്ഞാൽ ടു എന്ന് ഉദ്ദേശിച്ച് സെക്കൻഡ് ആട്രിബ്യൂട്ട്, സെക്കൻഡ് ആട്രിബ്യൂട്ട് ഓഫ് ദ ഫസ്റ്റ് ഡേറ്റ, സെക്കൻഡ് ആട്രിബ്യൂട്ട് ഓഫ് ദ സെക്കൻഡ് ഡേറ്റ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ദെൻ സോ ഹിയർ ഐ വിൽ ഗിവ് യു വൺ എക്സാമ്പിൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്ലസ്റ്ററിങ്ങിൻ്റെ അൽഗോരിതമാണ്. ഈ ക്ലസ്റ്ററിങ്ങിൻ്റെ അൽഗോരിതത്തിൻ്റെ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ അൽഗോരിതം എന്ന് പറഞ്ഞാൽ കെ മീൻസ് അൽഗോരിതമാണ്. കെ മീൻസ് ക്ലസ്റ്ററിങ് അൽഗോരിതം, ആൻഡ് ദിസ് ഇസ് ദ അൽഗോരിതം. ഈ അൽഗോരിതം നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അൽഗോരിതത്തിന് കൊടുക്കുന്ന ഇൻപുട്ട് ദ സെറ്റ് ഓഫ് ഡേറ്റ. ഇപ്പോൾ എൻ്റെ ഡേറ്റാ സെറ്റ് അല്ലെങ്കിൽ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 30 പേരാണെങ്കിൽ R1 to R30 അത്രയും ഡേറ്റേനെ ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഓരോ ഡേറ്റയ്ക്കും കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ദെൻ വൺ മോർ ഇൻപുട്ട് ഐ ഹാവ് ടു ഗീവ്, ദാറ്റ് ഈസ് ഹൗ മെനി, എത്ര ക്ലസ്റ്റർ ആക്കണം ഇവരെ, ഈ ഡേറ്റേനെ എത്ര ക്ലസ്റ്റർ ആക്കണം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ കെ. അപ്പോൾ കെ എത്ര വേണം, കെ 3 വേണോ, കെ 4 വേണോ, കെ 5 വേണോ, അത് എത്ര വേണം എന്നുള്ളത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കണം. So 2 inputs are given to this k-means algorithm which is used for clustering. The first one is the database D which contains m records R1 to Rn and the desired number of k, that is the cluster k. എത്ര ക്ലസ്റ്റർ ആക്കണം എന്നുള്ളതും കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആൻഡ് വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്, നമ്മൾ കിട്ടിയ ഈ m റെക്കോർഡ്സിനെ k ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഓരോ ക്ലസ്റ്റർ നമ്മൾ എത്ര തവണ ഈ ലൂപ്പ്, ഇതിനകത്ത് ലൂപ്പുണ്ട്, ഈ പ്രൊസീജിയർ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം, ദാറ്റ് വിൽ മിനിമൈസ് ദ സ്ക്വയർ എറർ ക്രൈറ്റീരിയൻ. അതായത് ഇതൊരു ക്രൈറ്റീരിയൻ ആണ്, ഇത് നിങ്ങൾ വെബ് ഡേറ്റ മൈനിങ്ങിൽ ഇത് കുറച്ചും കൂടെ അതിൻ്റെ ഇക്വേഷനൊക്കെ പഠിക്കും. അപ്പോൾ സ്ക്വയർ എറർ ക്രൈറ്റീരിയൻ മിനിമൈസ് ആകുന്നത് വരെ നമ്മൾ ഈ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇൻ ഓർഡർ ടു സ്റ്റഡി ദിസ് അൽഗോരിതം, ഫസ്റ്റ് തിങ് ഈസ് ഐ വിൽ ഗിവ് യു വൺ എക്സാമ്പിൾ. എൻ്റെ കയ്യിൽ ഇത് ഇത്രയും ഡേറ്റ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ 30 സ്റ്റുഡൻസ്, ഇവിടെ ഇപ്പോൾ എത്ര ഓരോ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഡേറ്റയാണ്, ഓരോ സ്റ്റുഡൻസ് ആണെന്ന് വെച്ചോളൂ. ആ സ്റ്റുഡൻസിൻ്റെ ഇതിപ്പോൾ 2 ഡയമെൻഷനിലായതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ആക്സിസ് മാർക്കായിട്ട് എടുക്കുക, ഒരു ആക്സിസ് ഏജ് ആയിട്ട് എടുക്കുക. അപ്പോൾ അത് ഇഷ്ടമുള്ള ആക്സിസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതിനെ ഞാൻ 2 ഡയമെൻഷനിൽ റെപ്രസെൻറ്റ് ചെയ്തു. ഇതിൽ ഓരോ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഓരോ ആട്രിബ്യൂട്ടാണ്. എൻ്റെ ടേബിളിൽ 2 ആട്രിബ്യൂട്ട് ഉള്ളത് കൊണ്ട് ഞാൻ ഈ ടേബിളിനെ അല്ലെങ്കിൽ ഞാൻ ഈ ഡേറ്റേനെ 2 ഡയമെൻഷണൽ സ്പേസിൽ കാണിക്കുന്നു. അതിൽ ഒരു ആക്സിസ് ഏജ് ആയിട്ട് ആക്ട് ചെയ്യും, ഒരു ആക്സിസ് മാർക്കായിട്ട് ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ 1-ന് ഏജ് 20 ഉണ്ട്, മാർക്ക് 20 ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെടുക്കും, ഏജിൻ്റെ സൈഡിൽ 20 എടുക്കും, മാർക്കിൻ്റെ സൈഡിൽ 20 എടുക്കും. 20 എന്നുള്ളിടത്ത് ഞാനൊരു പോയിന്റ് പ്ലോട്ട് ചെയ്യും. സോ ലൈക്ക് ദാറ്റ് ഇത് ഒരുപാട് ഇതുപോലത്തെ ഡേറ്റയാണെന്ന് വിചാരിക്കുക. ഓരോ ഡേറ്റേനെയും പ്ലോട്ട് ചെയ്യുന്ന സ്റ്റൈലാണ് ഞാൻ കാണിച്ചത്. സിൻസ് വി ആർ ഓൺലി ടേക്കിംഗ് 2 ആട്രിബ്യൂട്ട്സ്, വി ആർ റെപ്രസെൻറ്റിംഗ് ഇൻ 2 ഡയമെൻഷണൽ സ്പേസ്. നമ്മുടെ കയ്യിൽ n ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ n ഡയമെൻഷണൽ സ്പേസിലാണ് ഓരോ ഡേറ്റേനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വ്യൂ ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇതുപോലെ കാണിച്ചത്. Suppose I want to divide this data into 2 clusters, that is I want to take k is equal to 2. 2 ക്ലസ്റ്റർ ആക്കി മാറ്റണം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഡേറ്റയിൽ നിന്ന് ഇഷ്ടമുള്ള 2 പോയിൻറ്റ്സിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഞാൻ മീൻ വാല്യൂ അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയും നമ്മൾ. സെൻട്രോയിഡ് മീൻസ് മീൻ വാല്യൂ. അതിനെ ഞാൻ സെൻട്രോയിഡായിട്ട് ഡിസൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ ഞാൻ ഇതിനെയും സെൻട്രോയിഡ്. അപ്പോൾ എത്ര എണ്ണം സെലക്ട് ചെയ്യണം, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ കെ വാല്യൂ. എനിക്ക് ഈ ഫുൾ ഡേറ്റേനെ 2 ക്ലസ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഇനിഷ്യലി ഐ എം ജസ്റ്റ് ടേക്കിംഗ് 2 പോയിൻറ്റ്സ് വിച്ച് ഈസ് സെറ്റിംഗ് ആസ് എ മീൻ വാല്യൂ ഓർ സെൻട്രോയിഡ്. അപ്പോൾ ഇവർ 2 പേരുമാണ് എൻ്റെ സെൻട്രോയിഡ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ ബാക്കി എല്ലാ ഡേറ്റേനെയും ഈ സെൻട്രോയിഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതാണ് ഞാൻ എടുത്ത ഫസ്റ്റ് ഡേറ്റ.
ഇയാളും ഈ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക, ഇയാളും ഈ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക. ഏത് സെൻട്രോയിഡിനോടാണ് ഇത് ഏറ്റവും അടുത്തുള്ളത് ആ സെൻട്രോയിഡിൻ്റെ കൂടെ ആ ഡേറ്റേനെയും കൂടെ പെടുത്തുക. ഓക്കെ, ദാറ്റ് ഈസ് ടേക്ക് റാൻഡംലി എ ഡേറ്റ. ഒരു ഡേറ്റേനെ റാൻഡമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ആ ഡേറ്റയും ഈ രണ്ട് സെൻട്രോയിഡ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. യു ക്യാൻ യൂസ് ദ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഓർ എനി അതർ സിമിലാരിറ്റി ഫംഗ്ഷൻ. അത് വെച്ചിട്ട് രണ്ടുപേരും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. ഇയാളുടെ അടുത്തേക്കാണോ കൂടുതൽ അടുത്തിരിക്കുന്നത്, ഈ സെൻട്രോയിഡിനോടാണോ ഏറ്റവും അടുത്തിരിക്കുന്നത്, ആ ആളുടെ ഗ്രൂപ്പിൽ അയാളെ പെടുത്തുക. സോ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദാറ്റ് വൺ യു ടേക്ക് അനദർ വൺ. അടുത്ത ഡേറ്റേനെ എടുക്കുക. ആ ഡേറ്റയും ഈ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസും ആ ഡേറ്റയും ഈ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസും കാൽക്കുലേറ്റ് ചെയ്യുക. ആ കാൽക്കുലേറ്റ് ചെയ്തതിൽ ഏതാണോ മിനിമൽ വാല്യൂ ആ സെൻട്രോയിഡിലേക്ക് ഇയാളെ കൂട്ടുക. അതേ പ്രൊസീജിയർ ഇതിലെല്ലാ ഡേറ്റയ്ക്കും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 2 ക്ലസ്റ്റേഴ്സ്, 2 ക്ലസ്റ്റർ കിട്ടും. നമ്മൾ ഈ രണ്ടാളെ സെൻട്രോയിഡ് വെച്ചിട്ടുള്ള 2 ക്ലസ്റ്റേഴ്സ് കിട്ടും. സോ ദിസ് ഈസ് ദ ഫിഗർ. അപ്പോൾ ഇത്രയും ആളുകൾ ഇയാളോടാണ് അടുത്തത്, ഇത്രയും ആളുകൾ ഇയാളോടാണ് അടുത്തത്. സോ യു ഗോട്ട് 2 ക്ലസ്റ്റേഴ്സ്. ഇനിയും തീർന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് അടുത്ത് ചെയ്യേണ്ട കാര്യം ഈ ഓരോ ക്ലസ്റ്ററിൻ്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ സെൻട്രോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിലുള്ള എല്ലാ എലമെൻസിൻ്റെയും മീൻ വാല്യൂ കാണുക. അതാണ് ഇനി പുതിയ സെൻട്രോയിഡ്. ഈ ഉള്ള ആളുകളുടെ എല്ലാവരെയും കൂടെ ആഡ് ചെയ്തിട്ട് അവരുടെ മീൻ വാല്യൂ കാണുക. അതാണ് ഇയാളുടെ സെൻട്രോയിഡ്. അപ്പോൾ പഴയ സെൻട്രോയിഡിന് ചേഞ്ചസ് വരും. സോ ദിസ് ഈസ് ദ ന്യൂ സെൻട്രോയിഡ് യു ആർ ഗെറ്റിംഗ്. ഈ പ്ലസ് സിമ്പിളാണ് സെൻട്രോയിഡ്, ദാറ്റ് ഈസ് ദ മീൻ വാല്യൂ. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ ഈ പ്ലസ് സിമ്പൽ, ഈ ഗ്രൂപ്പിൻ്റെ മീൻ വാല്യൂ ഈ പ്ലസ് സിമ്പൽ. ഇനി നമ്മൾ ചെയ്ത വർക്ക് ഓരോ ക്ലസ്റ്ററിലും അപ്ലൈ ചെയ്യുക. അപ്പോൾ ചെയ്ത വർക്ക് ഫസ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്യുക. അതായത് ഇതിലുള്ള എല്ലാ ഡേറ്റേഴ്സും, ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ഡേറ്റ എടുക്കണ്ട, ആ ക്ലസ്റ്ററിലുള്ള ആളുകളെ മാത്രം എടുത്താൽ മതി. യു ടേക്ക് ഫസ്റ്റ് ഡേറ്റ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ക്ലസ്റ്റർ ആൻഡ് ദിസ് ക്ലസ്റ്റർ. ഓക്കെ, അപ്പോൾ അതിൽ ആരോടാണോ അടുത്തത് അയാളെ ആ ക്ലസ്റ്ററിലേക്ക് പെടുത്തുക. അങ്ങനെ ആ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ക്ലസ്റ്റർ എന്ന് പറഞ്ഞത് കുറച്ചും കൂടെ ചേഞ്ചസ് വരും. ഇത് എല്ലാം ഒരു ക്ലസ്റ്റർ, ഇതെല്ലാം ഒരു ക്ലസ്റ്റർ. അപ്പോൾ ഇതിൽ നോക്കിയ ചേഞ്ചസ് കാണാം. ഓക്കെ, ദാറ്റ് ഈസ് ചെറിയ ചേഞ്ചസ് കാണുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ ഓരോ എടുത്തപ്പോൾ നമ്മൾ പുതിയതായിട്ടുണ്ടാക്കിയ ക്ലസ്റ്ററിൻ്റെ സെൻട്രോയിഡ് മീൻ വാല്യൂ കാണുക. സോ ദിസ് ഈസ് ദ സെൻട്രോയിഡ് ഇതിന് ചേഞ്ച് വന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. ഇതിൽ ഈ ക്ലസ്റ്ററിലുള്ള ആളുകളെ ഈ 2 സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക. ഇതിൽ ആരോടാണോ കൂടുതൽ അടുത്തത് ആ ഡേറ്റ അയാളുടെ ആ ഗ്രൂപ്പിൽ പെടുത്തുക. സോ യു കണ്ടിന്യൂ ദി സ്റ്റെപ്സ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചേഞ്ചസ് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചേഞ്ച് വന്നു. അപ്പോൾ ക്ലസ്റ്റർ കുറച്ചും കൂടെ ഷേപ്പൊക്കെ ഒന്ന് മാറി, അതിലുള്ള ഡേറ്റയൊക്കെ മാറി. അഗെയിൻ യു കമ്പ്യൂട്ട് ദ മീൻ വാല്യൂ കാണുമ്പോൾ ഈ ക്ലസ്റ്ററിൻ്റെ മീൻ വാല്യൂ പുതിയത് ഇതാകും, ഈ ക്ലസ്റ്ററിൻ്റെ മീൻ വാല്യൂ പുതിയത് ഇതാകും. ഇനി ഇതിലുള്ള ഓരോ ഡേറ്റേനെയും ഈ സെൻട്രോയിഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ആരോടാണോ ഏറ്റവും അടുത്തത് അതിലേക്ക് ആ ഡേറ്റേനെ ഷിഫ്റ്റ് ചെയ്യുക. സോ ഇതുപോലെ കിട്ടും. വീണ്ടും നമ്മൾ ഇതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ പഴയ സെയിം, അതായത് ഈ ക്ലസ്റ്ററിൻ്റെ സെൻട്രോയിഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല, ഈ ക്ലസ്റ്ററിൻ്റെ സെൻട്രോയിഡിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അതാണ് നമ്മുടെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ. പ്രീവിയസ് സെൻട്രോയിഡ് വാല്യൂ തന്നെയായിരിക്കും പുതിയ സെൻട്രോയിഡ് വാല്യൂ. അവിടെ നമ്മൾ നിർത്തുക. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ദിസ് അൽഗോരിതം. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഞാൻ പറഞ്ഞു. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ 2 ക്ലസ്റ്റേഴ്സ് ആക്കാനല്ലേ പറഞ്ഞു നമ്മുടെ ഡേറ്റേനെ. വി ഗോട്ട് ദിസ് 2 ക്ലസ്റ്റേഴ്സ്, ദാറ്റ് വിൽ ബി യുവർ ഔട്ട്പുട്ട്. So first step, as I said, randomly choose k records as the centroid of k clusters. ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് കേസ്. ഓക്കെ, ഇതിനകത്ത് 2 ആയിരുന്നു കെയുടെ വാല്യൂ. അതുകൊണ്ട് റാൻഡമായിട്ട് രണ്ട് പോയിൻറ്റ്സിനെ സെൻട്രോയിഡായിട്ട് സെറ്റ് ചെയ്തു. സോ റാൻഡംലി ചൂസ് കെ റെക്കോർഡ്സ്. കെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഡേറ്റ, ഇഷ്ടമുള്ള കെ ഡേറ്റേനെ എടുത്തിട്ട് സെൻട്രോയിഡായിട്ട് സെലക്ട് ചെയ്തു. ദെൻ റിപ്പീറ്റ്, യു ഹാവ് ടു കണ്ടിന്യൂ ദി സ്റ്റെപ്സ്. ഇതാണ് നമ്മുടെ ഐട്രേഷൻ. Assign each record Ri to the cluster such that the distance between Ri and the cluster centroid is smallest among k clusters. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡേറ്റേനെ എടുത്തു, അതിനെ ഈ 2 സെൻട്രോയിഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ഇതിൽ ആരോടാണോ ഏറ്റവും അടുത്തത്, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് വൺ, ആ ക്ലസ്റ്ററിലേക്ക് അയാളെ പെടുത്തുക. ദെൻ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുക. റീകാൽക്കുലേറ്റ് ദ സെൻട്രോയിഡ്. ഇത് നമ്മൾ എല്ലാ ഡേറ്റയ്ക്കും അപ്ലൈ ചെയ്യുക.
എന്നിട്ട് സെൻട്രോയിഡ് എഗെയിൻ. അതായത് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 ഗ്രൂപ്പ് ആ n ആളുകളെ നമ്മൾ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ ഗ്രൂപ്പിൻ്റെയും സെൻട്രോയിഡ് അല്ലെങ്കിൽ മീൻ കാണുക, ഓരോ ക്ലസ്റ്ററിൻ്റെയും മീൻ കാണുക. എന്നിട്ട് പുതിയ മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് ഇനിയുള്ള ആ ക്ലസ്റ്ററിൻ്റെ മീൻ. ഓക്കെ യു കണ്ടിന്യൂ ദി സ്റ്റെപ്സ്. എന്നിട്ട് വീണ്ടും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അടുത്ത റെക്കോർഡ് എടുക്കുക. ഓരോ റെക്കോർഡും ഓരോ സെൻട്രോയിഡും ആയിട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ആരോടാണോ ഏറ്റവും അടുത്തുള്ളത് ആ ഗ്രൂപ്പിലേക്ക് അയാളെ പെടുത്തുക. യു കണ്ടിന്യൂ ദിസ് പ്രോസസ് അൺടിൽ നോ ചേഞ്ച്. So that is called the K-means clustering algorithm.